ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ഫ്രാൻസിസ്കൻ സഭാ അംഗങ്ങളെ, കൂട്ടായ്മയിലുള്ളവരെ, നമുക്കറിയാം നമ്മൾ ഫ്രാൻസിസ്കൻ കുടുംബത്തിൽപ്പെട്ടവർ പരസ്പരം കാണുമ്പോൾ എങ്ങനെയാണ് അഭിവാദനം ചെയ്യുന്നത്? അഭിവാദനം ചെയ്യുന്നത് സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പീസ് ആൻഡ് ജോയ്. അപ്പോൾ ഈ സമാധാനം നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫ്രാൻസിസ് പിതാവ് സമാധാനത്തിൻ്റെ ദൂതനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫ്രാൻസിസ് പിതാവ് എന്തുകൊണ്ടാണ് സമാധാനത്തിൻ്റെ ദൂതനായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലായിടത്തും സംഘർഷമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, അതേപോലെ ഇടവകയിൽ പ്രശ്നങ്ങൾ, സഭയിൽ പ്രശ്നങ്ങൾ, രൂപതകളിൽ പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാനത്തിൻ്റെ ദൂതനായ ഫ്രാൻസിസ് പിതാവിന് ഒത്തിരിയേറെ പ്രസക്തി നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്ന കാര്യം മറക്കരുത്. അത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമാധാനക്കേടുണ്ടാകുന്ന, സംഘർഷം ഉണ്ടാകുന്നതെന്നറിയാമോ? കാരണം നമ്മളെല്ലാവരും പരസ്പരം നന്നാക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്വയം നന്നാകാൻ നമ്മൾ ആരും പരിശ്രമിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവനെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതനുസരിച്ച് എന്തുണ്ടാകും? അടിയുണ്ടാകും. കാരണം ഞാൻ നന്നാക്കാൻ പോവുകയാണ്, ഞാനായിട്ട് നന്നാവില്ല, നിന്നെ നന്നാക്കിയിട്ടേ ഞാൻ അടങ്ങൂ എന്ന രീതിയാണ്. അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകാനുള്ള കാരണം. പക്ഷേ ഫ്രാൻസിസ് പിതാവ് ചെയ്തെന്താണെന്നറിയാമോ? സഭയിലെ പോലെ ഇരുണ്ട യുഗത്തിലായപ്പോൾ ഫ്രാൻസിസ് പിതാവ് ഒരിക്കലും മറ്റുള്ളവരെ നന്നാക്കാൻ പോയില്ല. നേരെ മറിച്ച് എന്ത് ചെയ്തു? സ്വയം നന്നാകാൻ തീരുമാനിച്ചു. അങ്ങനെ വ്യക്തിപരമായ മാനസാന്തരം ഉണ്ടായപ്പോൾ അവിടെ വലിയ സമാധാനത്തിൻ്റെ അവസ്ഥ വന്നു എന്നറിയണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റൊന്നും ചിന്തിക്കേണ്ട. ഞാൻ നന്നായ എൻ്റെ കുടുംബം നന്നായി എന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് നമ്മൾ ഓർക്കണം. മാത്രവുമല്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. പണ്ട് ഒരു 2016 ഇറ്റലിയിലെ അസീസിയിൽ ലോക സമാധാന സമ്മേളനം നടക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതേപോലെ എല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും വരുന്ന ഒരു സമ്മേളനം. അപ്പോൾ ഇവിടെ നിന്ന് അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോടും പോകാൻ പറഞ്ഞു. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, ഒരാൾ പങ്കെടുക്കണം, അതുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറ്റലിയിലെ അസീസിയിലെത്തി. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു അച്ഛനുമുണ്ട് കൂടെ. അപ്പോൾ ഇറ്റാലിയൻ പ്രസിഡൻറ്റ് പങ്കെടുത്ത് പ്രസംഗിക്കുന്ന ഒരു സമ്മേളനത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. വലിയ ഒരു സദസ്സാണ്. ഞങ്ങൾ അവിടെ ചെന്ന് സീറ്റൊക്കെ പിടിച്ച് നേരത്തെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് നീണ്ട ഉടുപ്പൊക്കെ ഇട്ട, കറുത്ത ഉടുപ്പിട്ട 2 പേർ വന്നിരുന്നു. അതിൽ അവർക്ക് നല്ല നീളമുള്ള താടിയുണ്ട്, പക്ഷെ മീശയില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയുള്ളവരാണ്, ഇത് രാജ്യക്കാരാണ് എന്നുള്ളതറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്നു. ഞങ്ങളെ അവർ ശ്രദ്ധിച്ച് നോക്കി. ഞങ്ങളും ഈ കറുത്ത ഉടുപ്പും ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറേ നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് അവർ ഞങ്ങളോട് ചോദിച്ചു, ഇന്ത്യൻ? ഞങ്ങൾ പറഞ്ഞു അതെ, ഇന്ത്യക്കാരാണ്. ക്രിസ്ത്യൻ? ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞു അതെ. കാത്തലിക്? ഞങ്ങൾ പറഞ്ഞു അതെ. പിന്നെ അവർ ചാടി എഴുന്നേറ്റ് 2 കസേര അപ്പുറത്ത് പോയിരുന്നു. എൻ്റെ സമാധാനം പോയി. ലോക സമാധാന സമ്മേളനത്തിന് വന്നവരാണ്. പക്ഷേ അടുത്തിരിക്കുന്നവൻ ക്രിസ്ത്യാനിയാണെന്നും കത്തോലിക്കനാണെന്നും ഇന്ത്യക്കാരനാണെന്നും അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ അപ്പോഴത്തേക്ക് ഉള്ളിലെ ഈ സംഘർഷം കയറി വന്നു. പിന്നെ അവരെന്ത് ചെയ്തു? 2 കസേര അപ്പുറത്ത് മാറിയിരുന്നു. എനിക്കാകെപ്പാടെ അസ്വസ്ഥതയായി. നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്തിരിക്കുന്നവൻ നരകമാണ് എന്ന് നമ്മൾ എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ തുടങ്ങും നമ്മൾ നരകമാകാൻ എന്ന കാര്യം മറക്കരുത്. നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴാണോ നരകമായിട്ട് മാറുന്നത് മറ്റുള്ളവർക്കത് മനസ്സിലാവും, നമുക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. എന്നിട്ട് നമ്മളത് മറ്റുള്ളവരെ നരകമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കും, അവരെ നന്നാക്കാനും നോക്കും. ഒരിക്കലും നന്നാവില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് വ്യക്തിപരമായ മാനസാന്തരം ഫ്രാൻസിസ് പിതാവ് കാണിച്ചു തന്നതുപോലെ നമ്മിലുണ്ടായാൽ, ഇന്നിപ്പോൾ ഈ വ്രതങ്ങളൊക്കെ എടുത്തവരുണ്ടല്ലോ, സഭയിൽ ചേർന്നവരുണ്ടല്ലോ, അപ്പം നിങ്ങളായിരിക്കണം, നിങ്ങളിലൂടെ ആയിരിക്കണം ഈ സമാധാനം നിങ്ങളുടെ കുടുംബത്തിലെത്തേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ മരുമകളെ കാണുമ്പോൾ തന്തയ്ക്ക് വിളിക്കുകയും കൊച്ചുമക്കളെ കാണുമ്പോൾ അവരുടെ അപ്പനെ വിളിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിലുണ്ടല്ലോ, സമാധാനം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർക്കണം. അത് സിസ്റ്റേഴ്സിനും ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ ബാധകമാണ്. ഞങ്ങൾ വ്യക്തിപരമായി നന്നായാൽ ഈ സഭ തന്നെ നന്നാകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പോയാൽ ഉറപ്പാണ് വലിയ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാകും. അപ്പോൾ ഫ്രാൻസിസ് പിതാവിൻ്റെ ഈ ഒരു വലിയ സമാധാനത്തിൻ്റെ അവസ്ഥ നമുക്കെടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഫ്രാൻസിസ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.